തീർച്ചയായും നമുക്കറിയാം ഒരു സാമ്പത്തിക മാന്ദ്യം വന്നു. നമുക്ക് 2008 നമുക്ക് നമ്മുടെ ഓർക്കുന്നുണ്ടാവും വലിയ ഒരു എക്കണോമിക് റിസഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പണം പമ്പ് ചെയ്തെങ്കിലും വിപണിയിലേക്ക് പമ്പ് ചെയ്തെങ്കിലേ കഴിയും. അത് ആർക്കാണ് കഴിയുന്നത്? അത് കഴിയുന്നത് സർക്കാരിന് മാത്രമാണ്. ഒരു സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ പണം പമ്പ് ചെയ്ത് അതിലേക്ക് നമ്മൾ വിപണിയിൽ എത്തിക്കഴിയുമ്പോൾ ആ പണം നമ്മുടെ ജനങ്ങളുടെ അടുത്തിലേക്ക് ചെല്ലുമ്പോൾ പർച്ചേസിംഗ് പവർ കൂടി അവർ സാധനങ്ങൾ വാങ്ങുന്നു. ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വിപണിയിൽ ഉണർവുണ്ടാകുന്നു, അത് വൈബ്രന്റ് ആകുന്നു, നമ്മുടെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് നീങ്ങുവാൻ കഴിയും. അതാണ് ഇപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യേണ്ടത്. ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ 17 സംസ്ഥാനങ്ങളാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് അത് 15ാം ധനകാര്യ കമ്മീഷന്റെ കണക്ക് പ്രകാരം തന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കേരള സംസ്ഥാനത്ത് ലഭിക്കാൻ കഴിഞ്ഞു എത്രയാണെന്ന് അറിയാമോ? 37,000 കോടി രൂപയാണ്. നമ്മൾ ചിന്തിച്ച് നമ്മൾ വായ്പ എടുത്തിട്ടില്ല, നമ്മൾ വികസനം നടത്തിയിട്ടില്ല, കമ്മിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ സാധ്യതകളൊക്കെ നമുക്കില്ലാതെയായി പോയത്. ഞാൻ ആമുഖമായി നമ്മുടെ കണക്കിണിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രം ഞാൻ നൽകി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇന്ന് കേരള സംസ്ഥാനം നമ്മുടെ രാജ്യം നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ഭാരതമാണ്. അതൊരു വളരെ സുന്ദരമായ ഒരു സങ്കല്പം എന്ന് തന്നെ പറയാം. കാരണം എന്താണ്? വിവിധ സംസ്ഥാനങ്ങളുണ്ട്, വിവിധ ഭാഷയുണ്ട്, വിവിധ മതമുണ്ട്, വിവിധ സംസ്കാര രീതിയുണ്ട്, വിവിധ ഭക്ഷണ രീതിയുണ്ട്, വസ്ത്ര രീതിയുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ ഒന്നിപ്പിക്കുന്നത് എന്താണ്? ഭാരതത്തെ ഒന്നിപ്പിക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സ്വതന്ത്രമായി പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. നമുക്കറിയാം, സാധാരണയായി കക്ഷി രാഷ്ട്രീയം അതുകൊണ്ട് തന്നെ നമുക്ക് കേന്ദ്ര സംസ്ഥാനത്തിന്റെ ബന്ധങ്ങൾ ചെറിയ തോതിലൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ കേരള സംസ്ഥാനത്ത് ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല കേന്ദ്രത്തിൽ. ചെറിയ ബന്ധങ്ങളിലൊക്കെ ആവശ്യമുണ്ടാകാം. പക്ഷേ നമ്മുടെ ഫെഡറലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ നമുക്ക് അട്ടിമറിക്കാൻ പാടില്ല. പക്ഷെ കഴിഞ്ഞ ഒരു 6-7 വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് കാണുന്നത് ഫെഡറലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ അട്ടിമറിക്കുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. അത് ഇപ്പോൾ ഇന്ന് സംസ്ഥാനത്തിന് അധികാര പരിധിയിൽ വരുന്ന ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങൾ പോലും നിയമനിർമ്മാണം നടത്തി അവിടെ അട്ടിമറിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിലെ 7ാം ഷെഡ്യൂളില് കൃത്യമായി സംസ്ഥാന സർക്കാരിനുള്ള അധികാരം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഓരോ നിയമവും ഞങ്ങൾക്ക് പാർലമെന്റ് അംഗമെന്ന നിലയ്ക്ക് ഓരോ നിയമവും പാർലമെന്റിൽ ലോക്സഭയിലാകട്ടെ രാജ്യസഭയിലാകട്ടെ ആ നിയമം പാസ്സാക്കുമ്പോൾ അവിടെ ഒരു ചർച്ച നടക്കുന്നില്ല. അത് ഭൂരിപക്ഷത്തിന്റെ പേരിൽ അവർ ബുൾഡോസ് ചെയ്ത് ചർച്ച നടത്താതെ അത് പാസ്സാക്കിയ. അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണം നടക്കുന്നത്. അത് നടത്തുമ്പോൾ ആ നിയമത്തിന്റെ പിന്നിൽ നമ്മൾ ഓർക്കുമ്പോൾ അത് വികസനമാണ്, ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനെ സഹായിക്കാനാണ് എന്നുള്ള ഒരു പിക്ചർ പുറത്തേക്ക് BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഫെഡറലിസം തകർക്കുകയാണ്. അതിന്റെ പിന്നിൽ സംസ്ഥാന സർക്കാരിന് 7th ഷെഡ്യൂൾ നൽകിയിരിക്കുന്ന ആ അധികാരം അത് അട്ടിമറിക്കുവാനുള്ള ശ്രമം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കർഷക ബില്ല് തന്നെയാണ്. ആ കർഷക ബില്ല് കൃഷി എന്ന് പറയുന്ന പൂർണ്ണമായും അത് സംസ്ഥാന സർക്കാരിന്റെ സബ്ജക്റ്റാണ്. അത് അവിടെയാണ്
കേന്ദ്രം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് കർഷക ജനവിരുദ്ധമായിട്ടുള്ള തീരുമാനം എടുത്ത് മുന്നോട്ട് പോയിരിക്കുന്നത്. സ്നേഹിതരെ, ഞാൻ ഇത് പറയുമ്പോഴും നമുക്ക് പ്രധാനമായും വികസനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേന്ദ്ര സർക്കാരുണ്ട്, സംസ്ഥാന സർക്കാരുണ്ട്, പ്രാദേശിക സർക്കാരുണ്ട്. ഈ 3 തലങ്ങളിലുള്ള വിഭവ വികേന്ദ്രീകരണമാണ് വികസനത്തിനെ നിർണയിക്കുന്നത്, അല്ലെ? കേന്ദ്ര സംസ്ഥാനത്തിന് പണം കൊടുക്കുന്നു, സംസ്ഥാനം പ്രാദേശിക സർക്കാരിന് അത് ത്രിതല പഞ്ചായത്തിന് കൊടുക്കുന്നു. അതിനൊരു ഡിസ്ട്രിബ്യൂഷനിൽ കാണേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് ഡീസെൻട്രലൈസേഷന് പകരം സെൻട്രലൈസേഷനാണ് നടത്തുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പൊ നമുക്കറിയാം, പല കാര്യങ്ങളും ഇപ്പോൾ കേന്ദ്ര സംസ്ഥാനത്ത് തരേണ്ട വിഹിതമുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ കേന്ദ്രത്തിന്റെ ചെലവ്, ദേശീയ തലത്തിലുള്ള ചെലവിന്റെ 60% സംസ്ഥാനമാണ് നടത്തുന്നത്. പക്ഷെ അതിന്റെ വിഹിതം ഇന്ന് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് ലഭിക്കാനുള്ള വിഹിതം വെട്ടിക്കുറച്ച് എപ്പോഴും നമ്മൾ കേന്ദ്രത്തിനെ ആശ്രയിക്കണം. അപ്പോൾ അവരെന്താ നോക്കുന്നത്? കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ ഒരു സാധ്യതയില്ല, ഒരു പ്രസൻസും ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ തടഞ്ഞേറെ കൊടുക്കേണ്ട കാര്യമില്ല, അത് പിന്നെ ആലോചിക്കാം എന്ന രീതിയിലേക്ക് വരെ. അവിടെയൊക്കെ നമ്മൾ കാണുവാൻ കഴിയുന്ന ഒരു ഫിസിക്കൽ ഫെഡറലിസത്തിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. ഫിസിക്കൽ ഫെഡറലിസത്തിനെ അട്ടിമറിക്കുക. അത് ആണ് ഇന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം പെട്രോളിന്റെ വിലയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇന്ന് ബേസിക് എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. ആ ബേസിക് എക്സൈസ് ഡ്യൂട്ടി ഡിവിസിബിൾ പൂളിലുള്ളതാണ്. ഡിവിസിബിൾ പൂൾ എന്ന് പറയുമ്പോൾ അതിലുള്ള ടാക്സ് കേന്ദ്രത്തിന് ലഭിക്കുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനും കൂടി അവകാശപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ കേന്ദ്രം ചെയ്തതെന്താണ്? സ്പെഷ്യൽ അല്ലെ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയും അതിലൂടെ സെസ്സും, ആ സെസ് തന്നെ നോർമൽ സെസ്സും അഗ്രികൾച്ചറൽ എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തെടുത്തിരിക്കുക. അപ്പോൾ ഈ അടുത്ത നാളിൽ പെട്രോളിന്റെ വില കുറച്ചു. ആ വില കുറച്ചത് എവിടെയാ? ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള ആ വരുമാനത്തിൽ നിന്നുള്ള ടാക്സിന്റെ റേറ്റാണ് കുറച്ചിരിക്കുന്നത്. അവർ ലക്ഷ്യമിട്ടത് എന്താണ്? അത് വേണം കുറയ്ക്കുമ്പോഴും കേന്ദ്രത്തിന് കുറയുന്നില്ല, പക്ഷേ സംസ്ഥാനത്തിന്റെ വിഹിതം കുറയാൻ, സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിഹിതങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ ചുരുക്കിയാശ്രയിക്കുന്നത്, ഞാൻ ഇതിന്റെ ഈ സമ്പദ്ഘടനയിൽ നമ്മുടെ ഫെഡറലിസത്തിന് പ്രത്യേകിച്ച് അട്ടിമറിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പൊ GST വന്നു, ഡിമോണിറ്റൈസേഷൻ വന്നു, ഇതൊക്കെ വരുമ്പോഴും നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. ഇവിടെ കർഷക ബില്ല് വന്നു, ഇന്ന് സെൻട്രലി സ്പോൺസേഡ് സ്കീമുണ്ട്, കേന്ദ്ര ആവിഷ്കൃത പദ്ധതി, എത്രയോ പദ്ധതികളുണ്ട്. ഇന്ന് സർവശിക്ഷ അഭിയാനുണ്ട്, പ്രധാനമന്ത്രി സഡക് യോജന, റോഡിന്റെ പദ്ധതിയുണ്ട്, അതിൽ അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. ഇതിലെല്ലാം നമ്മൾ കാണുന്നത് കേന്ദ്രത്തിന്റെ വിഹിതം വെട്ടിക്കുറച്ച് ഇന്ന് സംസ്ഥാനത്തിലേക്ക് ഉള്ള അതിന്റെ ഭാരം മുഴുവൻ കൊടുക്കുകയും പക്ഷേ സംസ്ഥാനത്തിന് ആവശ്യമായ പണം നൽകാതെ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ ചെന്നെത്തുകയാണ്. നമുക്കറിയാം, പ്രളയം വന്നു. ആ പ്രളയം വന്നപ്പോൾ ആവശ്യമായ തുക കേന്ദ്രം നൽകിയില്ല എന്ന് മാത്രമല്ല, വിദേശത്തു നിന്നുള്ള നിക്ഷേപം കേരള സംസ്ഥാനം അതിനുള്ള ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടപ്പോൾ അതിന് തടസ്സം നിന്നു. അപ്പോൾ വ്യക്തമായി ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്ന് ഫെഡറലിസം, പ്രത്യേകിച്ച് ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ ഒരു അട്ടിമറി നമ്മൾ കാണുന്നു. അത് തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തെ പ്രതികൂലമായി നമ്മൾ ബാധിക്കും. ശരി പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ന് കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാർഷിക മേഖലയാണത്. കൃഷിയെപ്പറ്റിയൊക്കെ ബഹുമാനായ ഉദ്ഘാടകൻ അതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. ഇന്ന് കൃഷിയുടെ കാര്യങ്ങൾ എടുക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് 7ാം ഷെഡ്യൂളിലെ ഭരണഘടനയില് 15 സ്ഥലത്താണ് കൃഷിയെപ്പറ്റി പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപോലെ കൃഷി പൂർണ്ണമായും അത് സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്, സംസ്ഥാന സർക്കാരിന്റെ സബ്ജക്റ്റാണ്. പക്ഷെ അത് അട്ടിമറിക്കുവാനും അതിൽ നിന്ന് ചൂഷണം ചെയ്യുവാൻ
വേണ്ടി ഇന്ന് കേന്ദ്രത്തിൽ ഒരു നിയമം പാസ്സാക്കി. ഞാൻ അതിന്റെ അകത്തേക്ക് ഞാൻ കിടക്കുന്നത് നമുക്കറിയാം. അവിടെ കരാർ ഇവിടെ പറഞ്ഞു, കോൺട്രാക്ട് ഫാമിങ്ങിന്റെ കാര്യം പറഞ്ഞു, അവശ്യ സാധനങ്ങളുടെ കൺട്രോൾ എടുത്ത് കളയുന്ന കാര്യങ്ങൾ പറഞ്ഞു, സൂചിപ്പിക്കുകയുണ്ടായി, വിപണിയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം ലക്ഷ്യമിടുന്നത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിലെ ആ സംവിധാനം, അത് സ്റ്റേറ്റിന്റെ വിഷയമുണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, കൺകറന്റ് വിഷയങ്ങളുണ്ട്. ഇതെല്ലാം നമുക്കറിയാം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതുപോലെ തന്നെ നമ്മുടെ പൗരത്വ ബില്ല്, ഇതൊക്കെ വരുമ്പോഴും ഇതിനെല്ലാം നമ്മുടെ ആ ജനാധിപത്യ സംവിധാനത്തിനെ തകർക്കുന്ന റബ്ബറിന്റെ കാര്യത്തില് നമ്മളെപ്പോഴും നമ്മുടെ കേരള സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ് റബ്ബറിന് ന്യായമായ വില ലഭിക്കണം. നമ്മളൊരു ന്യായവില ഇപ്പൊ 150 രൂപ തറവില എന്നുള്ളത് 170 സർക്കാർ ഇപ്പൊ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴും പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ സമരം നടത്തുകയും ഇടപെടലുകൾ നടത്തുകയും ഒരു ലാഘവത്തോടു കൂടിയാണ് ഈ സർക്കാർ സർക്കാർ കാണുന്നത്. എന്താണ്? റബ്ബർ ബോർഡിന് ആവശ്യമായ ഒരു തുക പോലും അതിനകത്ത് ലഭിക്കുന്നില്ല. മാത്രമല്ല, നമ്മുടെ ഒരു ആവശ്യം ഒരു കാർഷിക ഉൽപ്പന്നമായി ഇതിനെ മാറ്റണം എന്ന് പറയുമ്പോഴും അതിന് ഒരു മുൻകൈയും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല. എന്തുകൊണ്ടാണ് കാർഷിക ഉൽപ്പന്നമായി അതിനെ ഡിക്ലെയർ ചെയ്യണം എന്ന് പറയുന്നത്? അങ്ങനെ വരുമ്പം ഇറക്കുമതി ചുങ്കം നമുക്ക് കൂട്ടാൻ കഴിയും. അത് മാത്രമല്ല, ഇൻഷുറൻസ് പദ്ധതി ഉണ്ടാകും, സബ്സിഡി കൂടുതലുണ്ടാകും. പക്ഷെ ഇപ്പോൾ അതൊന്നും ലഭിക്കാതെ ഇത് നമ്മുടെ പ്ലാന്റേഷൻ റീപ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള സബ്സിഡി പോലും ലഭിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് ചെന്നെത്തുകയാണ്. അത് മാത്രമാണോ ഇന്ന് വളത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം. ഇവിടെയൊക്കെ കർഷകരാണ് കേരള സംസ്ഥാനത്ത് 60%. 2020-21 കാലഘട്ടത്തിൽ വളത്തിന് 1,33,000 കോടി രൂപ സബ്സിഡിയായി കൊടുത്തെങ്കിൽ 2021-22 കാലഘട്ടത്തിൽ അത് വെട്ടിക്കുറച്ച് വെറും 79,000 കോടി രൂപയായി വെട്ടിക്കുറച്ചു. എന്ന് പറഞ്ഞാൽ 59% ഒറ്റയടിക്ക് ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് വെട്ടിക്കുറച്ചു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ കർഷകർ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് കടന്നു വരുന്നു. ഇതെല്ലാം ലക്ഷ്യമിടുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ന് കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഈ മേഖല മുഴുവൻ നമ്മൾ കണ്ടു. ഇന്ന് നമ്മുടെ അടിസ്ഥാന സൗകര്യ, റെയിൽവേ, ഇത് എയർപോർട്ട്, ഇന്ന് തുറമുഖം, എല്ലാ മേഖലയും ഇന്ന് കോർപ്പറേറ്റ് കമ്പനികൾക്ക് വിട്ടുകൊടുക്കുന്ന എന്ന് കാണാൻ കഴിയുന്നു. ഇത് ഞാൻ ചുരുക്കിയാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 3-3.5 വർഷക്കാലം നമ്മൾ കണ്ടത് ഇത്രയും വലിയ ഫെഡറലിസത്തിന് തകർക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് ആവശ്യമായ പണം തരുന്നില്ല, നമുക്ക് കേന്ദ്രം നമുക്ക് അവകാശപ്പെട്ടത് തരുന്നില്ല. നമ്മുടെ കേരളത്തിന്റെ പുരോഗതിയെ തകർക്കാനുള്ള ശ്രമങ്ങൾ അതാണെന്ന് നടക്കുന്നത്. ജനാധിപത്യത്തെ ഫെഡറലിസത്തിനെ തകർക്കുമ്പോൾ ജനാധിപത്യത്തിനെയാണ് തകർക്കുന്നത്. ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ കണ്ടു, കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആരെങ്കിലും ഒരാൾ പട്ടിണി കിടന്നുപോയില്ല. ഇന്ന് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക്, അത് ലക്ഷക്കണക്കിന് അന്യ തൊഴിലാളികൾക്ക് ആ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ഏറ്റവും പീക്ക് സമയത്ത് അവർക്ക് മുഴുവൻ സഹായവും സംരക്ഷണവും കിറ്റും കൊടുത്ത ഒരേ ഒരു സംസ്ഥാനം, ഒരേ ഒരു സർക്കാർ, കേരള സർക്കാർ മാത്രമായിരുന്നു. അത് മാത്രമല്ല, നമുക്കറിയാം, ഇന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുമ്പോൾ അത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്തതെന്താണ്? ആ പൊതുമേഖലാ ആ വ്യവസായം തന്നെ കേരള സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. ഇപ്പൊ ഹിന്ദുസ്ഥാൻ, കോട്ടയം ജില്ലയിലുള്ള ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ്, അത് നമ്മൾ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ ഏറ്റെടുക്കുന്നത് കണ്ടു. കശുവണ്ടി ഫാക്ടറി തുറക്കുന്നത് കണ്ടു. ഇപ്പോൾ ബഹുമാനായ തോമസ് ഐസക് പറയും, കയർ മേഖലയിലും അതുപോലെ ഖാദി മേഖലയിലും അവിടെയുള്ള തൊഴിലാളികൾക്കുള്ള വേതനങ്ങൾ അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി. ഇത് മാത്രമാണോ? ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്കറിയാവുന്ന നമ്മുടെ ഒരു കേരള മോഡലുണ്ട്. അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയില് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി, ആ പോളിസി 500 പരം വരുന്ന ആ ഡ്രാഫ്റ്റ്, ആ ബില്ലെടുത്ത് വായിച്ചു നോക്കിയാൽ
അതിനകത്ത് പ്രധാനമായും കാണുന്ന ഓരോ കാര്യങ്ങൾ പ്രത്യക്ഷമായി നോക്കിയാൽ അതിനകത്ത് വിദ്യാർത്ഥികൾക്കും നമ്മുടെ സമൂഹത്തിനും വേണ്ടി അതിന്റെ പുരോഗതിക്ക് വേണ്ടിയാണെന്ന് തോന്നിയാലും അതിന്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അത് കോർപ്പറേറ്റിനെ സഹായിക്കുക. ഒരു ഉദാഹരണത്തിന്, നമുക്കൊരു യൂണിവേഴ്സിറ്റിയെ അതല്ലെങ്കിൽ പ്രധാനമായ ഒരു കോളേജ് 5000-ൽ പരം വരുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അതിന് രജിസ്ട്രേഷനും ലൈസൻസും കൊടുത്ത് അവരെ ആണ് ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ വരുമ്പോൾ അങ്ങനെ ആരംഭിക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ സർക്കാരിന് പോലും കഴിയുന്നു വരില്ല. അതൊരു പ്രാദേശികമായ അല്ലെങ്കിൽ രാജ്യത്തുള്ള ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ചെറുതായിട്ടുള്ള സ്കൂളുകൾ, LP സ്കൂളുകൾ, ചെറുതായിട്ടുള്ള കോളേജുകളെല്ലാം ഇങ്ങനെ വലിയ ഈ സ്ഥാപനങ്ങൾ വിഴുങ്ങി അവിടെ പതുക്കെ പതുക്കെ ചെറുതായിട്ട് അത് അടഞ്ഞു പോവുകയും ഏറ്റവും അവസാനം ഈ കോർപ്പറേറ്റുകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രം നമ്മുടെ നാട്ടിലുള്ളതായിട്ട് മാറും. അത് തന്നെയാണ് ഇന്ന് മെഡിക്കൽ ബില്ലുകൾ വന്നപ്പോഴും അവർ തീരുമാനമെടുത്തു. ഏറ്റവും ചുരുങ്ങിയത് ഇത്ര ബെഡ് വേണം, ഉമ്മാർക്ക് ഇത്ര മാത്രമെങ്കിലും ശമ്പളം വേണം, ഇന്ന് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാകണം. ഇതെല്ലാം ആരംഭിക്കണമെങ്കിൽ വലിയ കമ്പനികൾക്ക് മാത്രമേ. അങ്ങനെ ആരംഭിക്കാൻ ചെറിയ ചെറിയ ആശുപത്രികൾ നിന്ന് പോകും. അപ്പൊ സ്വകാര്യ മേഖലയിൽ ആണ് ഇന്ന് കേന്ദ്ര സർക്കാർ അവർക്കാണ് എന്ന് പ്രചോദനം കൊടുക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു 140 നിയമസഭാ മണ്ഡലങ്ങളും ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കി മാറ്റിക്കഴിഞ്ഞു. നമ്മുടെ 5-10 കോടി രൂപ കൊടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് സ്വകാര്യ സ്കൂളിനേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ ഇന്ന് ഗവൺമെന്റ് സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചത് ആദരം പദ്ധതിയിൽപ്പെടുത്തി ആരോഗ്യ മേഖലയിൽ ഇന്ന് ആശുപത്രികൾ നമുക്ക് വികസിപ്പിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കട്ടെ സ്നേഹിതരെ, ഇതെല്ലാം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും കേരളം മുന്നോട്ട് പോകാൻ, വികസനം നടത്താൻ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. ആ ആർജവം കാണിക്കുവാൻ ഇടത് സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഫെഡറലിസത്തിനെ തകർക്കുമ്പോൾ, ഈ ഫിസിക്കൽ ഫെഡറലിസത്തിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കുവാൻ ഇന്ന് സംസ്ഥാന തലത്തിൽ, ഇന്ന് ദേശീയ തലത്തിലുള്ള പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. ദേശീയ തലത്തിലുള്ള അവിടുത്തെ പ്രതിപക്ഷം എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. അവർക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. കർഷക ബില്ല് വന്നപ്പോൾ പോലും പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഇന്ന് രാജ്യത്ത് പല മേഖലയിലും പല സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രാദേശിക പാർട്ടികൾ, ഇന്ന് തമിഴ്നാട് എടുത്താൽ പ്രാദേശിക പാർട്ടിയാണ്, ഇന്ന് നമ്മുടെ ആന്ധ്രാപ്രദേശ് എടുത്താൽ പ്രാദേശിക, തെലങ്കാന എടുത്താൽ അതെ, വെസ്റ്റ് ബംഗാൾ, ഒറീസയും ബീഹാർ ഇതൊക്കെ എടുത്താൽ അവിടെയൊക്കെ പ്രാദേശിക പാർട്ടിയുടെ സാധ്യതകളാണ്. അവരൊക്കെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇന്ന് കോൺഗ്രസിന്റെ കീഴിൽ ഞങ്ങൾ പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനെയുള്ള ഒരു ദേശീയ തലത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. ഈ ഫെഡറലിസം വളരെ ഗൗരവമേറിയതാണ്. അതിനെ അട്ടിമറിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജനാധിപത്യത്തിനെ അട്ടിമറിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ ഇന്ന് പ്രാദേശിക കക്ഷികളുടെ ഒരു കോൺഫെഡറേഷൻ നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് നേതൃത്വം കൊടുക്കുവാൻ ഇടത് പാർട്ടികൾക്ക് കഴിയും. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, ഇടത് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രാദേശിക രാജ്യത്ത് പ്രാദേശിക പാർട്ടിയുടെ ഒരു കോൺഫെഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ രാജ്യത്ത് നമുക്ക് ഈ അതിക്രമങ്ങൾ, കേന്ദ്രത്തിന്റെ അവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അതിക്രമം, സർക്കാരിന്റെ കേന്ദ്ര സർക്കാർ അതിക്രമം തടയിടുവാൻ കഴിയൂ എന്ന് പറയാൻ ആഗ്രഹിക്കില്ല. നശിപ്പിക്കുന്ന ശരി എന്ന് ഞാൻ സൂചിപ്പിച്ച പോലെ ഇന്ന് കേരള സംസ്ഥാനത്ത് 60% ജനസംഖ്യയിൽ 60% കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കൃഷിയുടെ പല വിഷയങ്ങളുണ്ട്. അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇന്ന് വന്യമൃഗങ്ങളുടെ വിഷയങ്ങളുണ്ട്. ഇന്ന് നമുക്ക് വലിയൊരു ദുരന്തത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം പോവുകയാണ്. എന്താണ്? വന്യമൃഗങ്ങൾ ഇന്ന് നമ്മുടെ കർഷകരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. വന്യമൃഗങ്ങളുടെ കാട്ടിലല്ല, ഇന്ന് നാട്ടിലാണ്.
അവിടെ നിയമ ഭേദഗതി ആവശ്യമാണ്. 1972 49 വർഷക്കാലം രൂപം കൊടുത്ത വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടാണ്. ആ ആക്ട് എന്തിനാണ്? കാട്ടിലുള്ള മൃഗങ്ങളെ സംരക്ഷിക്കുവാനാണ്. ആ കാട്ടിലുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് വന്നാൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ന് വനവകുപ്പിനുണ്ടോ? നമ്മളെയല്ലേ സംരക്ഷിക്കേണ്ടത്? ആരുടെ ജീവനാണ് വില കൊടുക്കേണ്ടത്? നാട്ടിലേക്ക് ഒരു മൃഗം വന്ന് നമ്മളെ ആക്രമിച്ചാൽ അവിടെ കർഷകനെയാണോ ജനങ്ങളെയാണോ സംരക്ഷിക്കേണ്ടത്? അവിടെ കാട്ടുമൃഗത്തിനെയാണോ? ഒരു സെൽഫ് ഡിഫൻസിന് വേണ്ടി നമുക്ക് എപ്പോഴും, അത് IPC തന്നെ പറയുന്നുണ്ട്, ഒരു സെൽഫ് ഡിഫൻസിന് വേണ്ടി നമുക്ക് ഒരാളെ പ്രതിരോധിക്കാം, നമുക്ക് നശിപ്പിക്കാം. പക്ഷെ ഒരു സെൽഫ് ഡിഫൻസിന് വേണ്ടി നാട്ടിൽ ഒരു വന്യമൃഗം നമ്മളെ ആക്രമിച്ചാൽ അതിനെതിരെ പ്രതിരോധിച്ചാൽ കുറ്റം ജനങ്ങളുടെയാകുകയാണ്, കർഷകരെയാകുകയാണ്. നിയമ ഭേദഗതി ആവശ്യമാണ്, ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ വികസനം 60% വരുന്ന, കേരള സംസ്ഥാനത്തെ ജനസംഖ്യയിൽ 60% വരുന്ന കർഷകരുമായി ബന്ധപ്പെട്ട ആ വികസനത്തിൽ ഊന്നി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പൊ കേരളത്തിന്റെ വികസനത്തിന്റെ പാസ്വേഡ് അത് കൃഷിയായിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കേരളം ഈ പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും സൂചിപ്പിച്ചു അത് ഇടത് സർക്കാരിന്റെ മികവ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് കേരളം മാതൃകയായി തീർന്നിരിക്കുകയാണ്. കേരള മോഡൽ അത് ഇന്ത്യക്ക് മാതൃകയാകുകയാണ്. 2024 തെരഞ്ഞെടുപ്പിൽ കേരളമായിരിക്കണം ഇന്ത്യയെ നയിക്കേണ്ടത്. കാരണം കേരള മോഡൽ അത് നമ്മൾ വിജയിപ്പിച്ചു കഴിഞ്ഞു. യാതൊരു സംശയവുമില്ല, അതിശോക്തിയല്ല, ഇതൊരു യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഒരു തുടർഭരണം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇടത് സർക്കാർ തുടർഭരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജനങ്ങൾ നൽകിയിട്ടുള്ള മറുപടിയാണ്, നമ്മുടെ ജനങ്ങൾ നൽകിയിട്ടുള്ള ഉത്തരമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരള മോഡൽ വികസനമുണ്ട്. ആ വികസനം ഊന്നിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് പോലും മാതൃകയാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യക്ക് മാതൃകയായി കേരളം മാറണം, ഒരു ബ്രാൻഡിംഗായി മാറണം. അതിന് ഈ സർക്കാരിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ സംവാദം സംഘടിപ്പിച്ചതിന് സംഘാടകരെ ഒരിക്കൽ കൂടി അനുവദിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ നിർത്തുന്നു.